വീടിൻ്റെ ഉമ്മറത്തുനിന്ന് ഒരു വ്ളോഗ് നമ്മൾ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുള്ളൂ അല്ലേ. ഇന്ന് നമുക്ക് ഉമ്മറത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ. ഇന്ന് നമ്മുടെ വാഴത്തോട്ടം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് റോബസ്റ്റ് കൊലകൾ അങ്ങനെ അങ്ങ് പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ടാവാം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. ശ്രീയാണ് കേട്ടോ. നമ്മളിന്ന് 3 പേരും കൂടെ നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങാൻ പോവാട്ടാ. ഇവിടെ തൊട്ടടുത്ത് കുറച്ച് റോബസ്റ്റ് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട്, അപ്പോൾ അവിടേക്ക് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇത്തിരി സമയമുണ്ട്. നാളെ പിന്നെ ശ്രീകുട്ടന് മുടക്കാണ്. എത്ര ദിവസമാണ് ശ്രീകുട്ടൻ നിനക്ക് മുടക്ക്? 5 ദിവസം മുടക്കാവന. അപ്പോൾ ഒന്നും പഠിക്കണ്ട. അതിനൊക്കെ കൊണ്ട് പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് 2 റോബസ്റ്റ് വാഴത്തോട്ടങ്ങളും ഉള്ളത്. റോബസ്റ്റ് മാത്രമല്ല, നമുക്കിവിടെ നേന്ത്രയും അതുപോലെ തന്നെ നേന്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേന്ത്രക്കായ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, അതിന് എന്താ പറയുക, ഏത്തക്കായ എന്നൊക്കെ പറയൂലേ, അതും പിന്നെ റോബസ്റ്റും നമുക്കതുപോലെ പാളങ്കോടനും പൂവനും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ഇപ്രാവശ്യം നേന്ത്രക്കായും റോബസ്റ്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ചധികം ദിവസമായി വാഴത്തോട്ടം എക്സ്പ്ലോർ ചെയ്യാൻ ഞാനും ഭാഗ്യൻ്റെ കൂടെ കൂടിയിട്ട്. എന്നാൽ പിന്നെ നിങ്ങളെയും കൂട്ടിയിട്ടാവാമെന്ന് വിചാരിച്ചു കാഴ്ചകളൊക്കെ. അങ്ങനെ നമ്മളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു പറമ്പിലേക്ക് തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലാണ് ഈ റോബസ്റ്റ് വാഴക്കൊലകൾ ഉള്ളത് കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ റോബസ്റ്റ് വാഴ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓണത്തിന് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വെച്ചത്. പക്ഷെ ഇത്തിരി ഓണം കഴിഞ്ഞിട്ട് ഓണത്തിന് കുറച്ചൊക്കെ കിട്ടുള്ളൂ, മുഴുവൻ കിട്ടില്ല. കുറേ ഓണം കഴിഞ്ഞിട്ടാണ് കിട്ടുക. പഴങ്ങളൊക്കെ കുറേയൊക്കെ കൊലച്ചിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. വാഴക്കുടപ്പം നമ്മളിങ്ങനെ തട്ടണം ഈ പ്രായമായി കഴിയുമ്പോൾ. കാരണം പടല തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ കുടപ്പം തട്ടിക്കളയണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച മുഴുവൻ ഈ ഇതുമ്പളേക്കും ഇതിൻ്റെ ബാക്കിയുള്ള ഇതുമ്പളേക്കും ഒക്കെ പോകും. ഇവിടെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കായൊക്കെ ഒന്ന് ഉഷാറായി തുടം വെച്ച് വരും. റോബസ്റ്റിന്റെ കൊല നമുക്ക് ഒന്നും ചെയ്യാം, നല്ല ഭംഗിയെ കാണാൻ വേണ്ടിട്ടാ കൊപ്ര, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കറി വെക്കാൻ പറ്റുന്ന ചിലര് പറയുന്നുണ്ട്. പക്ഷെ എന്റെ അറിവിൽ ഇത് കറി വെക്കാൻ വെച്ചിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞു എന്നോട്. ചിലര് കമന്റ് ചെയ്തായിരുന്നു, അയ്യോ അത് കളയല്ലേ, അത് കറി വെക്കാൻ പറ്റുന്നു. പക്ഷെ ഇത് ഏതാ വാഴ എന്നുള്ള എന്നെ അറിയാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ഏറ്റവും നല്ലത് കൊപ്ര കറി വെക്കാനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ചെറുകായയുടെയാണ്. അതായത് പാളയംകോടല്ലേ, പാളയംകോടൻ, അതിന്റെയാണ്. അത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പക്ഷെ പാളയംകോടൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ, പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ലത്. ഇനി കിട്ടും. നമ്മുടെ അവിടെ ഉണ്ട് ചീരാച്ചിയിലും ഇവിടെ അജയന്റെ പറമ്പിൽ വാഴ വെച്ചിട്ടില്ലേ, അവിടെ ഉണ്ടാവും. കുഴപ്പം നോക്കാം. ഈ മഴയും വെയിലും ഒരു പ്രത്യേക തരം കാലാവസ്ഥ അല്ലേ. ആ സമയത്ത് നമ്മുടെ സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറണ്ട് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വരട്ടെ, പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനുണ്ട്. ഇതാണ് നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് സിറം. ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഗ്ലോയിങ് സ്കിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് ഹിമാലയ. അവരുടെ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ടർമറിക് ആണ്. 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടേ ഒരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അല്ലേ. വിസിബിളി റെഡ്യൂസസ് ദ ഡാർക്ക് സ്പോട്ട് ആൻഡ് ഗിവ്സ് ഗ്ലോയിങ് സ്കിൻ. 2-3 സിറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അപ്വേർഡ് സർക്കുലർ മോഷനിൽ ജെന്റിലി നമ്മുടെ സിറം ഒന്ന് അബ്സോർബ് ആവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യണം. നമ്മുടെ ഈ പ്രോഡക്റ്റ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഈ കൊല ഒരു 14 പടലൊക്കെ ഉണ്ട്. 14 പടല റോബസ്റ്റ് കായ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൊലയാണ്. തൂക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 കിലോനൊക്കെ തൂക്കം ഉണ്ടാവും ഒരു കൊല കായ. തുടർന്ന് നന്നായിട്ട് വരികയാണെങ്കിൽ കേട്ടോ. ഇതിലെ തരക്കേടില്ലാത്തൊരു കൊലയാണ്. ഇങ്ങനത്തെ തന്നെയാണ് ഏകദേശം എല്ലാതും. എല്ലാ കൊലകളിലും ഉണ്ട്. ആ കാണുന്ന കൊലകളൊക്കെ ഉണ്ട്. ആ അതിലൊക്കെ ഉണ്ട്. 13-14 പടല ഉണ്ട് എല്ലാതും. പടല തിരിയാന്നാ പറയാ. 1 2 3 4 5 6 7 ഈ പട്ടകൾ നമ്മൾ ചെത്തിക്കളയണം. കാരണം ഇതല്ലാന്നുണ്ടെങ്കിലേ നല്ല മഴ പെയ്യുമ്പോൾ ഈ പട്ടകളുടെ ഈ ഗ്യാപ്പിൽ വെള്ളം വീണിട്ട് എപ്പോഴും കടക്കിലേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കും. അത് വാഴയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല. കണ്ട ഈ ചീഞ്ഞ ഇതിന്ന് മഴ ഇല്ലെങ്കിലും മഴ തോർന്നാലും ഇതിലത്തെ ഈ വെള്ളങ്ങൾ കണ്ട ഈ വെള്ളം ഇങ്ങനെ ഇതുമേ കൂടെ വാഴയുടെ കടക്കിലേക്ക് എത്തും. അപ്പോൾ മഴ പെയ്ത് 2-3 മണിക്കൂർ കഴിഞ്ഞാലും വാഴയുടെ കടക്കിലത്തെ വെള്ളം തോരില്ല.
അത് വാഴയ്ക്ക് അത്രയ്ക്കും നല്ലതല്ല. നമ്മൾ പരമാവധി അതുകൊണ്ട് ഈ ഇങ്ങനത്തെ പട്ടകളൊക്കെ ചെത്തിക്കാട്ടി കളയണം. എല്ലാം ചെത്താനൊന്നും നേരം കിട്ടാറില്ല, പണിക്കാരൻ നിർത്തിയിട്ട് ചെയ്യാറ്. ഇത് പടല തിരിഞ്ഞ് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഓരോ പടലകളായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ചിലപ്പോൾ 2-3 പടലകളൊക്കെ വിരിയും. അത് എടുക്കാൻ പാടില്ല, അത് സമയമാകുമ്പോൾ തന്നെ പൊഴിഞ്ഞു പോകും. ഇതിപ്പോൾ 7 പടലേ വിരിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ കായണം. ഇത് ഇങ്ങനെ വിടുന്ന 2-3 ദിവസം കൊണ്ട് പടല തിരിഞ്ഞ് കഴിയും കേട്ടോ. പിന്നെ ഇത് ഈ വാഴയ്ക്ക് കണ്ട, ഇതൊരു സംരക്ഷണം പോലെയാണ്. വേനൽക്കാലത്തൊക്കെ വാഴ കുലയ്ക്കുമ്പോഴേ വാഴയ്ക്ക് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാഴ തന്നെ അങ്ങനെ ഒരു സംഭവമായിട്ട് വരും. പല ചെറുകായകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. നേന്ത്ര വാഴയ്ക്ക് അങ്ങനെ അധികം കണ്ടിട്ടില്ല, ചെറുതാ കണ്ടിട്ടുള്ളത് കണ്ടത്. ഇതിനിപ്പോൾ ചെറുതാ ഉണ്ടാ. കൊലയോട് കൂടി ഉണ്ടാവുന്ന ലാസ്റ്റത്തെ കൂമ്പ് ഇങ്ങനെ ഈ കൊലയോട് ചേർന്ന് ഇങ്ങനെ വന്ന് കിടക്കും. അപ്പം അതിന് പെട്ടെന്ന് വെയിലടി തട്ടില്ല. അങ്ങനെ ഇതിലിറങ്ങണോ അതിലേ പോണോ? ആരല്ലെങ്കിൽ ശല്യപ്പെടുത്താൻ പിള്ളേര് രണ്ടാളും ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. വലുതാവുമ്പോൾ നമുക്ക് മുട്ട ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും സൂപ്പറാണ്. അതുപോലെ തന്നെ മീൻ കറി വെക്കുമ്പോൾ ചുഞ്ഞമുളക് അങ്ങനെ ഇട്ടിട്ട് സൂപ്പറാണ്. ഏതില് ഇത് മീൻ പച്ച കറി വെക്കണേല്. അപ്പൊ നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങാണ് കേട്ടാ. ഇതിന്റെ ഉള്ളിൽ വരുമ്പോ ഒരു പ്രത്യേക സുഖാട്ടാ. നല്ല ഒരു ഇരുണ്ട അന്തരീക്ഷം, സന്ധ്യ ആയ പോലെയാണ് എപ്പോഴും. വാ ശ്രീകുട്ടൻ വാ. പിന്നെ നല്ല ഒരു പ്രത്യേക തണുപ്പാ. നമുക്ക് പുറത്തുള്ളതിനേക്കാളും വിട്ടിട്ട് ഒരു പ്രത്യേക തണുപ്പാണ് ഈ തണലിന്റെ തണുപ്പ്. വ്യത്യസ്തമായ തരത്തിൽ കുറച്ച് നിൽക്കുന്നത് കാണിച്ചു തരാട്ടെ. ഇതിപ്പോ പടല തിരിഞ്ഞു കഴിഞ്ഞു. വേണ്ട മോളിൽ നിന്ന് തൊട്ട് ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കൊലയാണ്. അപ്പൊ ഇതിന്റെ കുടപ്പം നമ്മൾ ഒടിച്ച് കളയണം. നേരത്തെ പറഞ്ഞിരുന്നില്ലേ, സൂപ്പർ കൊടുപ്പനാ. പക്ഷെ നമുക്കിത് കറി വെക്കാൻ പറ്റില്ല. വേറൊരു കൊല കാണിച്ചരാം. പടല വിരിഞ്ഞ് കഴിയാത്ത കൊല കണ്ട. ഓരോന്നും ഇങ്ങനെ കുറച്ച് വരുന്നുള്ളൂ. 1 2 3 4 5 6 7 8 9 10 11 12. ഇത് 12 പടല. ഇത് രണ്ടെണ്ണം കൂടി അരിഞ്ഞാൽ ആവും. വീണ്ടും ഉണ്ടാവും കേട്ടാ. ഇതിങ്ങനെ ഓരോ സമയമാകുമ്പോൾ കൊഴിഞ്ഞു പോകും. മൊത്തം 2 പറമ്പിലായിട്ട് 500 റോബസ്റ്റ് വാഴയുണ്ട്. ഇതിലൊരു 350 എണ്ണം ഉണ്ടാവും. മുകളിലൊരു 150 എണ്ണം ഉണ്ടാവും. അങ്ങനെ ഒരു 500 റോബസ്റ്റ് വാഴയാണ് ഉണ്ടാവുക. ഓണത്തിന് കിട്ടുന്നൊക്കെ വിചാരിച്ചാൽ ഓണത്തിന് പക്ഷെ മുഴുവൻ കിട്ടില്ല. ഓണം കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ കായ കിട്ടുക. വാഴത്തോട്ടത്തിലേക്കും കൃഷിയിടത്തിലേക്കും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഭാഗ്യന് 100 നാവാ എല്ലാം കാണിച്ചു തരാനും പറയാനും വേണ്ടിയിട്ട്. ഇതെല്ലാം ഒരു സൈഡിലേക്ക് എന്താ കൊലക്കണേ? അത് എന്താ ഒരു സൈഡിലേക്ക് കുളക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പൊ ഒരു കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുളത്തിന്റെ ചുറ്റും നമ്മൾ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുളത്തിന്റെ സൈഡിലേക്ക് വാഴ കുലയ്ക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ താഴത്തെ മടപ്പറമ്പിലെ കുളല്ലേ, അവിടുത്തെ കായ്ക്കൊലകൾ നോക്കിക്കോ. 3 സൈഡിൽ വാഴയുണ്ട്. 3 സൈഡിലെത്തിയും വാഴ കുളത്തിന്റെ സൈഡിലേക്ക് കുളച്ചിരിക്കുക. വെള്ളത്തിന്റെ ഒരു എന്തെങ്കിലും ഇതായിരിക്കും. പിന്നെ ഈ കായക്കൊലകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാ? ഇതെല്ലാം ഒരേ സൈഡിലേക്ക് മാത്രം കൊലച്ചു നിൽക്കണം. 1-2 അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടാ. മാക്സിമം 1-2. പക്ഷെ ബാക്കിയുള്ളതൊക്കെ 14 പടലുള്ള നമ്മുടെ റോബസ്റ്റ വാഴ കൊലകളുടെ തോട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഓണം കഴിഞ്ഞ് വന്നാൽ നമുക്കത് കാൻഡിയിൽ കിട്ടും അല്ലേ? ഇതില് ഈ വാഴയുടെ പ്രത്യേകത നമ്മൾ രാസവളങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ മാത്രല്ല ഭയങ്കര ഹെൽത്തിയാണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പൊ ഇവിടെ നമുക്ക് രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പൊഴിവളവും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ഈ വാഴയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് പഴം നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളുടെ ഈ റോബസ്റ്റ് വാഴ. നേന്ത്രവാഴയ്ക്ക് പക്ഷെ നമ്മൾ രാസവളങ്ങൾ മാത്രമല്ല ഉപയോഗിക്കാറ്, അല്ല ജൈവവളങ്ങൾ മാത്രമല്ല ഉപയോഗിക്കാറ്. രാസവളം കുറേശ്ശൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ കായ നന്നാവില്ല. ഇത് പക്ഷെ നല്ല വളക്കൂറുള്ള മണ്ണ ഇവിടെ റോബസ്റ്റ് വാഴയ്ക്ക് നല്ലതാണെന്ന് തോന്നിയപ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇത് നമ്മളുടെ കണക്കൂട്ടിൽ ഒരു ഇത്തിരി നേരത്തെ കുലച്ചിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ഓണത്തിനെല്ലാം വെട്ടിപ്പോകുമായിരുന്നു. ഇതിപ്പോൾ ഓണം കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം 10-30 ദിവസത്തേക്കുള്ള കായ ഉണ്ടാവും. ഓണത്തിന് കിട്ടും, കുറച്ചൊക്കെ കിട്ടും. അപ്പുറത്തെ പറമ്പിലത്തെ കുറച്ച് കിട്ടും. ഏറ്റവും ഹൈറ്റുള്ള വാഴ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ വേണ്ട, നമ്മുടെ കയ്യെത്തണതിൻ്റെ കുറച്ച് മുകളിലാണ് അത് കുലച്ചിട്ടുള്ളത്. പോലെ അതേ വീണിട്ടുള്ളൂ. ഇനി ഇത് പടല തിരിഞ്ഞു തുടങ്ങും. പടല തിരിഞ്ഞ് വരുമ്പോൾ ഇത്രയ്ക്കൊക്കെ വരും. ഏറെക്കുറെ നല്ല കൊലയായിരിക്കും. ഒരു 14 പടല എന്തായാലും ഇതിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
വള്ളി കെട്ടണം. വള്ളി കെട്ടാന്ന് പറഞ്ഞാലേ ഇതിന് വാഴയ്ക്ക് മറ്റേ നേന്ത്രവാഴയ്ക്ക് കെട്ടണ മാതിരി 3 സൈഡിലേക്ക് നമ്മൾ കെട്ടാറില്ല. വാഴ ഇവിടേക്ക് കുലച്ചിങ്ങനെ നിൽക്കണം, വലിയ കുലകളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു വള്ളി ഇട്ടിട്ട് അടുത്ത വാഴ നമ്മളേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ പിന്നെ സ്ട്രോങ് ആയിട്ട് നിന്നോളും, കുല പോവില്ല. 2 or 3 കന്നുകളൊക്കെയാണ് ആദ്യത്തെ വാഴ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ. അത് ചിലതിന് ഒറ്റ കന്നും കാണാനില്ല. ഇതിനിപ്പോൾ ഇത് 2 കന്നുണ്ട് കണ്ടോ. ഈ കന്നുകളൊന്നും നമ്മൾ കളയില്ല. ഈ കുല മുറിച്ച് കഴിയുമ്പോൾ ഈ കന്ന് വലുതായി വരും. അടുത്ത പ്രാവശ്യം ഇപ്രാവശ്യം 300 ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം 600 വാഴയുണ്ടാവും. ഇവിടെ ഒരു വാഴ എങ്ങനെ പോയി മോനെ. 14 പടലുള്ള നമ്മുടെ ഈ റോബസ്റ്റ് കൊലകളെ ഒരുപാട് നാളത്തെ നമ്മുടെ ചേട്ടന്മാരുടെ അധ്വാനമാണ് കേട്ടോ. സദേട്ടൻ എന്ത് ചെയ്യുന്നു ഒരുപാട് പേരായി ചോദിക്കുന്നു. സദേട്ടൻ ഇപ്പോൾ പണിക്ക് വരാറില്ല, ആളിപ്പോൾ പണിക്ക് പോകണില്ല. പ്രായത്തിൻ്റെ പേരിലായിരിക്കാം. നമ്മുടെ പറമ്പിലേക്ക് ആളിപ്പോൾ പണിക്ക് വരുന്നില്ല കേട്ടോ. രമേശ് ചേട്ടനും അതെ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് അന്ന് നമ്മൾ പനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഡെങ്കു ഫീവറൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ചേട്ടന്മാരൊക്കെ വരവ് കുറവാണ്. ഇപ്പോൾ രഘുവേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പപ്പേട്ടനും കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വാഴ വെക്കലും പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ ഈ വളടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ പപ്പേട്ടനും രഘുവേട്ടനും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പരിപാടികളൊക്കെ. മൂർച്ച അതിന്റെ മൂർച്ചയാണ് ആലോചിക്കുന്നേ. വർഷകാലമായപ്പോൾ നമ്മൾ പപ്പായ പൊട്ടിക്കൽ കുറവാണ് കേട്ടോ. കാരണം ഒന്നാമത് തിരിച്ചലവ് കുറവാണ്. പിന്നെ കിളികൾക്കൊന്നും വേറെ ഒന്നുമില്ല ഈ ഭാഗത്ത്. അപ്പോൾ കണ്ട കുറേ പപ്പായ അങ്ങനെ കിളികൾ തിന്നാം. പിന്നെ വർഷകാലമാകുമ്പോൾ ടേസ്റ്റ് ഇത്തിരി കുറയും പപ്പായക്ക്. നമുക്ക് ആവശ്യമുണ്ട്, അത് കാരണം പൊട്ടിക്കണതാ. കടയിലേക്ക് കൊണ്ടുപോകല് കുറവാ. ഇപ്പോൾ പൈസയുടെ അല്ല. അങ്ങനെ പറമ്പിൽ നിന്ന് കയറിയപ്പോൾ കുറച്ചധികം പണികൾ തന്നെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്നു കേട്ടോ. കാലത്ത് നമുക്ക് ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്കലത്തെ കഴിക്കാൻ കുറച്ച് വൈകിയ കാരണം കൊണ്ട് ഡിന്നറും കൂടി ആക്കാമെന്ന് വിചാരിച്ച് ഒരു കോമ്പിനേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളായി നമ്മുടെ സ്റ്റോറി ടെല്ല് തുറന്നിട്ട് അതിൽ ഡി രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു നോവലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ, ആളതിങ്ങനെ വായിച്ചു പോകുന്നതേ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് ഉണ്ടല്ലോ, കാല്, അത് വെച്ചിട്ട് ഒരു കറിയും അതോടൊപ്പം തന്നെ എൻ്റെ തട്ടിക്കൂട്ട് റൈസുമാണ്. എൻ്റെ റൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ബിരിയാണി അല്ല ഫ്രൈഡ് റൈസും അല്ലാത്തൊരു രീതിയിലെത്തും. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പറമ്പ് പര്യടനത്തിന് പോണേക്കാളും മുന്നേ നമ്മുടെ ചിക്കൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളകും കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാം ഓയിലിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലിൽ എന്തെങ്കിലും വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരുമ്പോൾ നമ്മുടെ ആ റൈസിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങോട്ട് മാറും. അപ്പോൾ നമുക്ക് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് അരി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ഗ്ലാസ് അരിയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ അരി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള റൈസുകൾ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ശ്രീകുട്ടന് ടൊമാറ്റോ റൈസ് അതുപോലെ തന്നെ പനീർ റൈസ് ഒക്കെയാണ് ഡെയിലി പോകുന്നത്, ഈ ഫ്രൈഡ് റൈസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതിൽ കുറച്ച് നെയ്യും ഉപ്പും കൂടി ഇട്ടിട്ടേ ഈ ഒന്നൊന്നും തൊടാത്ത രീതിയിൽ ആവുന്ന രീതിയിലൊന്ന് ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചാലും എൻ്റെ കുറച്ചും കൂടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കിയാലോ, അതായത് ചിക്കൻ്റെ പരിപാടികൾ. അപ്പോൾ ചിക്കൻ്റെ കാല് നമുക്ക് വറുത്തെടുത്തിട്ടേ ഒന്നിങ്ങനെ ഒരു 60% ആയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ സവോളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് നമ്മുടെ സുഗുണാര അവിടെ നിന്ന് സുബിച്ചേട്ടൻ കൊണ്ടുവന്ന് തന്നതാണ്. നല്ല രസമാണ് അത് വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉള്ളു വേവണില്ല എന്നൊരു പരാതി വന്ന കാരണം കൊണ്ടാണ് നമ്മളതിനെ വറുത്തിട്ട് കറി വയ്ക്കുക എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെക്കണ ശ്രീന്ന് കുറേ ആൾക്കാർ DM ചെയ്ത് ചോദിച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ സമോ അല്ലെങ്കിൽ ഇത്തിരി കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അതിൽ നല്ല കല്ലുപ്പും കുറച്ച് ഓയിൽ, ഏതെങ്കിലും ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നേക്കാളും നല്ലത് മറ്റേ ഓയിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് കല്ലുപ്പും കൂടി ഇട്ടിട്ട് പ്രിസർവേറ്റീവ് പോലെ ആക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫംഗ്ഷനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നതേ നമ്മുടെ നാളികേരം പാലാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ, തക്കാളി മാത്രം ഒഴിച്ചാലും മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് തക്കാളിയും അതോടൊപ്പം തന്നെ
നമ്മുടെ നാളികേരം പാലോ ക്രീമോ ഒഴിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി ഇങ്ങനെ 1, 2 തക്കാളി ഇങ്ങനെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് നല്ല കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ഇടുന്നത് കേട്ടോ. തക്കാളിയുടെ പുളി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മളിതാ കുറച്ച് നാളികേരം പാലോ ക്രീമോ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ക്രീമി ചിക്കനായിട്ട് വരിക, കാരണം നാളികേരത്തിൻ്റെയും ക്രീമിയുടെയും മിക്സാണ് ഇന്നത്തെ കറിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഇച്ചിരി ഉപ്പ് കൂടി എന്നിടോ നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക, നന്നായിട്ട് ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ മൊത്തത്തിലുള്ള ആ ചായ അങ്ങോട്ട് മാറില്ലേ. അതാണ് ഇന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒക്കെ ഇപ്പോൾ ചലകയാണെന്ന്. അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഒറ്റ വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂന്നുണ്ടെങ്കിലും നമ്മൾ 1-2 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നു. ഒന്നും നമ്മൾ തൊടാത്ത രീതിയിൽ വെന്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലതായിട്ടുണ്ടാവുക. ഒരു ഗ്ലാസ് അരിക്ക് പതിവ് പോലെ തന്നെ പറയുന്ന പോലെ തന്നെ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മളാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇടയ്ക്ക സമയങ്ങളിൽ ഈ ഒരു അരിയുടെ വ്യത്യാസം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാന്ന്. അപ്പോൾ നമുക്ക് ഈ അരി ഒന്നും കൂടി പരത്തിയിട്ടിട്ടേ നമ്മുടെ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മ തൊടാത്ത രീതിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഊറ്റിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, നമുക്കിനി ബാക്കി പരിപാടികൾ ചെയ്യാം. എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു. താഴത്തേക്ക് നോക്കുമ്പോഴേ മൂക്കിന്ന് ഇങ്ങനെ വെള്ളം സൊറസൊറാന്ന് വന്നുകൊണ്ടിരിക്കുക. അത് കാരണം കൊണ്ടാണ് മാസ്ക് വെച്ച് നോക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങൾ അരിഞ്ഞെടുക്കാം. ഒന്ന് നമ്മൾ സവോളയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ, ചെറിയൊരു കഷ്ണമായിരുന്നു. പിന്നെ നമ്മുടെ ക്യാബേജും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് കുനുകുന അരിഞ്ഞെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഏതൊക്കെ പച്ചക്കറികൾ വേണോ അതൊക്കെ ചെയ്യാം. അതിപ്പോൾ നമ്മൾ റൈസിലേക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഏത് പച്ചക്കറികളായാലും റൈസിൻ്റെ ഒപ്പം ചലകയാണ്, ഉള്ളിലേക്ക് അങ്ങോട്ട് പൊക്കോളും. അതുകൊണ്ട് നമ്മൾ കുനുകുന അരിഞ്ഞെടുക്കണത്. പിന്നെ നമുക്ക്, ഞാൻ പറയില്ലേ, ഫ്രൈഡ് റൈസ് ആണോ ബിരിയാണി ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ് എൻ്റെ റെസിപ്പികൾ ഉണ്ടാവുക എന്നുള്ളത്. സത്യത്തിൽ ഇത് അറിയാഞ്ഞിട്ടൊന്നല്ല, എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളതെന്ന് മാത്രം. എന്നാലും സമ്മതിക്കരുതല്ലേ അറിയില്ല എന്നുള്ള കാര്യം. എനിക്കറിയില്ല കേട്ടോടാ ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ കാര്യം അങ്ങനെ യൂട്യൂബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുറേയൊക്കെ എൻ്റെതായ കഴിവുകൾ പുറത്തെടുക്കാനും പറ്റിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പിയിൽ. അപ്പോഴേക്കും നമുക്ക് മുട്ട കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് വെക്കാം. ഇപ്പോഴത്തെ ഈ പാത്രങ്ങളുണ്ടല്ലോ, അത് എവിടുന്ന് മേടിച്ച ശ്രീന്ന് എല്ലാവരും നീട്ടി അങ്ങോട്ട് ചോക്കിയുണ്ട്. നമ്മൾ യൂട്ടൻസിൽസ് ബൈ ബാർക്കസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എനിക്ക് അയച്ചു തരുന്ന പാത്രങ്ങളാണ് കേട്ടോ. എൻ്റെ 3-4 സൈസുള്ള ഡിഫറെൻറ്റ് ഇതിലൊക്കെയുള്ള പാത്രങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ പാത്രത്തിൽ കുറച്ച് പാം ഓയിലോ അല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ കൂടി ഒന്ന് സോട്ട് ചെയ്യാൻ കൊടുക്കാം. പിന്നെ ഒന്ന് സോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ഉപ്പുള്ള കാരണം കൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ചിക്കനിൽ ധാരാളം ഉപ്പുള്ള കാരണം കൊണ്ട് ഇവിടെ നമ്മൾ ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് കെച്ചപ്പും പിന്നെ ഡാർക്ക് സോയയുടെയും അതുപോലെ തന്നെ ചില്ലി സോസും ഒരു 3:2:1 അനുപാതത്തിൽ നമ്മൾ ചേർത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെയിലത്തല്ല ഫാനിൻ്റെ അടിയിൽ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും നമ്മൾ തൊടാത്ത രീതിയിൽ കുറച്ചും കൂടെ മുന്നേ ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോടും ചോദിക്കാണ്ട് തന്നെ ഒന്നും മുട്ടാണ്ട് കിടക്കും. കാരണം ഇതിപ്പോൾ ഇച്ചിരി വേവ് കൂടി കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ളത് കേട്ടോ. അങ്ങനെ അരി ഊറ്റിയെടുത്തപ്പോൾ ഇത്തിരി വേവ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഒന്ന് തണുത്തപ്പോൾ അത്യാവശ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അക്ഷയയുടെ വീട്ടിൽ പോയി ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുറച്ചധികം നാളായി നമ്മൾ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ കാലൊക്കെ കടിച്ച് വലിച്ച് ഒരു കഷ്ണം ബിരിയാണി അങ്ങോട്ട് കഴിച്ചാലോ. അങ്ങനെ നമ്മുടെ കോഴിക്കാല് മാത്രമുള്ള കറിയും അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പ് കൂടിയിട്ടുള്ള നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കഷ്ണം അങ്ങോട്ട് എടുക്കുന്നു, ആ ചോറുമായി കൂട്ടി പിടിക്കുന്നു, വായിലോട്ട് വെക്കുന്നു. വായിലോട്ട് വെക്കുമ്പോൾ ആ മാസ്ക് ഊരിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ആ മാസ്കിലാവും എന്ന് മാത്രം. പണ്ടൊക്കെ നമ്മൾ കൊറോണയുടെ സമയത്ത് എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ 2 സൈഡിലേക്കും പോകാറില്ലേ മാസ്ക് തടഞ്ഞിട്ട്. ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ, അതിനോട് യൂസ് ടു ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വായ പൊള്ളാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ബിരിയാണി കഴിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. നിങ്ങളും ട്രൈ ചെയ്തു നോക്കൂ. അപ്പോൾ നമുക്ക് ഈ ഒരു മൂടി ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ആ 2 പാത്രവും നമ്മൾ യൂട്ടൻസിൽസിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് തന്നെയാണ്. ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തിരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് കയറ്റാം കേട്ടോ. അപ്പോഴാണ് സ്റ്റോർ റൂം അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടായാലും ബാക്കി പരിപാടി ചെയ്യുന്നു.
അങ്ങനെ നമ്മുടെ തീറ്റി പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളാവാന്ന്. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. നമ്മുടെ കിച്ചനോട് ചേർന്നിട്ടുള്ള സ്റ്റോർ റൂമാണ്. ഇതിൻ്റെ ഉള്ളിലില്ലാത്ത സാധനങ്ങളില്ല. അണ്ടനും മടങ്ങോടനും വരെയുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യലായിരുന്നു കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാം. ഈ പരിപ്പ്, പയറ്, കടല സംഭവങ്ങളൊക്കെ കുറച്ചിങ്ങനെ മേടിച്ച് വെച്ചിട്ട് എക്സ്പയർ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും മുന്നേ അത് തിന്ന് തീർക്കണം. അങ്ങനെ ഇരുന്നിരിപ്പിൽ തിന്ന് തീർക്കാന്നല്ല, ഇടയ്ക്കിടയ്ക്ക് കറികൾ വെച്ചിട്ടോ. ഇന്നലെ ഇപ്പോൾ ബീട്രൂട്ട് കറി വെച്ചപ്പോൾ ഭാഗ്യം തൊട്ടേ ഇല്ല. അതുപോലെ നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ഐറ്റംസൊക്കെ ധാന്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ ഒരു കറി മാത്രം വെക്കും. അപ്പോൾ ഇത് കഴിക്കുമല്ലോ, എന്നിട്ട് ഒരു അച്ചാറും കൂടി ആകുമ്പോൾ കഞ്ഞീരൊക്കെ ഒപ്പേ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇങ്ങനെ വലിയ വലിയ ബൾക്കായിട്ടുള്ള വലിയ വലിയ ഇങ്ങനെ ബോക്സസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇങ്ങനെ മേടിച്ച് വെക്കാറുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്ന നമ്മുടെ എന്താണ് പറയുക പാക്കറ്റ്സുകളുള്ളത് കേട്ടോ. എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് നമുക്കത് ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം ദിവസമായി വിചാരിക്കുന്നു. പക്ഷേ ആ വിചാരിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നടക്കണില്ല. ഇന്നിപ്പോൾ എന്തോ ഒരു പ്രത്യേക മോട്ടിവേഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ മേടിക്കുന്നത് ഓൺലൈനാണ്. പിന്നെ നമ്മളിവിടെ ഹോം പ്ലസ് ഉണ്ടല്ലോ മണ്ണുത്തിയിൽ, അവിടെ നിന്ന് മേടിക്കും. അടിയിൽ ഇങ്ങനെ ചെറിയ ചക്രം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഉരുട്ടി കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു 10 കിലോ 15 കിലോ വേണ്ട, ഒരു 20 കിലോ അരിയൊക്കെ ഇടുന്ന തൂക്കത്തിലും അതിനേക്കാൾ കൂടുതലും അരി ഇടാൻ പറ്റുന്ന കണ്ടെയ്നറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനെ സോർട്ട് ചെയ്ത് വെക്കണമെന്ന് മാത്രം. കർക്കിടക കഞ്ഞിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നാളെ തൊട്ട് വേണം കർക്കിടകം കഴിയുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയാൽ മതിയാണെന്നൊന്ന്. അങ്ങനെ നമ്മൾ ഒരുവിധം പരിപാടികളൊക്കെ ഇവിടെ വൃത്തിയാക്കി സെറ്റാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പറ്റി നടക്കും മാനെ? വിശേഷ ദിവസങ്ങൾ പോലും വിശേഷമായി തോന്നാതായി. എല്ലാവരുടെയും കൂട്ടത്തിലാവുമ്പോഴും മനസ്സവിടെയുമില്ല. എവിടെയാണെന്നറിയില്ല. ഒരുതരം മ്ലാനത. ചുമ്മാ റാക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ക്ലോസ്റ്ററായിട്ട് എന്താ പറയുക, ഒരു ക്യാബിനറ്റ് പോലെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഓൾറെഡി അതിനൊരു കഥകളുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പിന്നെ വീണ്ടും ഉള്ളിൽ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു കബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ക്ലീനിങ് നടക്കുകയാണ്. ആ കബോർഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ റൂം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ തൊട്ട് അല്ല, ഞാനത് പറയാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ അവിടെ അറേഞ്ച് ചെയ്തുള്ളൂ കേട്ടോ. നമ്മൾ ഒതുക്കി വെച്ച കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ മേക്ക് ഓവർ ചെയ്യാൻ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ തലൂര് വീട്ടിൽ മേക്ക് ഓവർ പരിപാടികൾ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ പെയിന്റ് അടിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. സത്യം പറഞ്ഞാൽ വീട് രണ്ടാമത് പെയിന്റ് അടിക്കാനായിട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 4 വർഷമായില്ലേ. എത്ര പെട്ടെന്ന് 4 വർഷങ്ങൾ കൂടെ. അപ്പോൾ നമ്മളതിൽ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീടുമ്പോ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഭയങ്കര ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം കൊണ്ട് നമുക്ക് പെയിന്റ് അടിക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ നമ്മൾ എന്താ പറയാ, അങ്ങനെ വൃത്തികേടും ആയിട്ടില്ലല്ലോ, പുതിയ വീടല്ലേ. അപ്പോൾ മേക്ക് ഓവർ ഒന്നും ചെയ്യാനായിട്ട് നിവൃത്തിയൊന്നും ഇല്ല. നമുക്കുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കി പറക്കി ഒതുക്കി വെക്കാം എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറേ അധികം സാധനങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്മൾ ഒതുക്കാൻ പോവാണല്ലോ വെച്ചിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒരേ സൈഡിൽ നിന്ന് ഒതുക്കി വെച്ച് തുടങ്ങാം. ഒന്നും നമുക്ക് പുറത്ത് വേണ്ടെന്നാണ് വിചാരിക്കണത് കേട്ടോ. ആക്ച്വലി എൻ്റെ വാനിറ്റി പെട്ടികളാണ് ഇവിടെ ഉള്ളതൊക്കെ. കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അയ്യോ, അതൊക്കെ പൂപ്പൽ പിടിച്ചു തുടങ്ങിയല്ലോ അത്. നമ്മുടെ സ്പെക്സുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണോ ചോദിച്ചാൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതൊന്ന് ഒതുക്കി വെച്ചിട്ടില്ല. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ കേട്ടാ. മോനിക്ക മോനിക്ക. അങ്ങനെ നമ്മുടെ വാച്ചിൻ്റെ ഈ ഒരു പാത്രത്തിൽ കണ്ടോ നിറയെ പൂപ്പൽ വന്നത്. ഇത് കുറച്ചധികം നാളായിട്ടോ നമ്മൾ മേടിച്ചിട്ട് ഒരു കുറച്ച് സൺഗ്ലാസസിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ പിന്നെ ഈ വാച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഇങ്ങനെ നമുക്ക് സമയം കുറേ ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ ഓർഗനൈസർ നമ്മൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നടക്കണ ഒരു പരിപാടിയില്ലല്ലോ. അപ്പോൾ ഇത് പൂപ്പൽ മാറാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള സംഭവങ്ങളിൽ ഇങ്ങനത്തെ പൂപ്പൽ പെട്ടെന്ന് വരുമ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ ടർപ്പൻ്റ് എന്ന് പറയുന്നത്. വാർണിഷ് ഇല്ലേ അത് കേട്ടോ. അതൊരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ മറ്റേ ഈ ഒരു വൈപ്പ് ഉണ്ടല്ലോ, വെറ്റ് വൈപ്പ്, അതിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൂപ്പൽ വരുകയില്ല. കാരണം അതിനൊരു പ്രത്യേക എഫക്റ്റ് അല്ലേ. പിന്നെ പൂപ്പൽ വരുകയില്ല. വന്ന പൂപ്പൽ പെട്ടെന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഇതൊരു ടിപ്പാണ്, ഞാൻ കണ്ടുപിടിച്ച ടിപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പെട്ടിയും സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇത് നമ്മുടെ പുതിയ കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അതിൽ മാത്രം തപ്പിയാൽ മതിയല്ലോ. സമയലാഭമാണ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ
ഉപയോഗിക്കാൻ പറ്റും. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. ഭാഗ്യൻ്റെ ഒരു വാച്ചുണ്ട് അതിൽ. പിന്നെ ഞാൻ കുറേ മേടിക്കുന്ന നമ്മുടെ സൊനാട്ടയുടെയും VYBയുടെയും വാച്ച് ഉണ്ട് കേട്ടോ. എനിക്ക് സൊനാട്ടയുടെ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള കല്ലൊക്കെ പോയി. ഇതൊക്കെ ഞാൻ ഒട്ടിച്ചു. കുറച്ച് നേരം ഇരുന്ന് ഞാൻ അതൊക്കെ ഒട്ടിച്ചു. പിന്നെ നമുക്ക് നോസ്പിന്നായിട്ട് ഇവിടെ ഗോൾഡായിട്ട് ഈ നോസ്പിന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോസ്പിൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള കുഞ്ഞൊരു പാത്രമുണ്ട്. പിന്നെ നമ്മൾ കമ്മലിടുമ്പോൾ നമ്മൾ പണ്ട് ഇങ്ങനെ വലിയ വലിയ കമ്മലും മാലയും വളയും ഒക്കെ ഇട്ട് നടന്നിരുന്ന ഞാൻ ഇപ്പോൾ എത്രമാത്രമാണ് ഒതുങ്ങി കൂടിയെന്ന് എനിക്ക് എൻ്റെ ആഭരണപ്പെട്ടി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് പുതിയൊരു വാച്ചാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ സ്ട്രാപ്പ് ഒന്ന് ചെറുതാക്കാനുണ്ട്. ഇനി ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പതുക്കെ നമ്മുടെ വെള്ള അലമാരയിൽ വെള്ള കബോർഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, റൂം നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയും ചെയ്തോളും. എന്തോരം വൃത്തിയാക്കിയാലും ഒരു മെന വരുന്നില്ലല്ലോ സജി എന്ന് പറയുന്ന ഒരു റൂമാണ് കേട്ടോ ഇത്. പക്ഷേ ഫൈനലി ഇത് നമ്മൾ മേടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മെന വന്നിട്ടുണ്ട്. 5000 രൂപയാണ് ഈ കബോർഡിനെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5000 ഇല്ല കേട്ടോ, 3000 സംതിങ് രൂപയേ ഉള്ളൂ. എനിക്ക് തെറ്റിയതാണ്. ഞാൻ 10 എണ്ണത്തിൻ്റെയൊക്കെ ഉള്ളതെന്നാ ഓർമ്മ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വളയുടെ ഒരു വള ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് നിന്ന് പറയാതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ വളയൊന്നും ഇടുന്ന കാലേ മറന്നു. ഇപ്പോൾ ഒരു വാച്ച് കേട്ടു, തൊട്ടപ്പുറത്ത് ചെറുതായിട്ടൊരു കൈച്ചേനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ലുക്കായി. പണ്ട് നിറയെ വളയും കുപ്പിവളയും കണ്ണെഴുതലും പൊട്ടുകുത്തലും ഐഷാഡോ ഇടലും ഒക്കെ ആയിട്ട് എന്തായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം കിട്ടിയപ്പോൾ ഒന്നും വേണ്ടാത്ത അവസ്ഥയായി. അങ്ങനെ നമ്മുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കമ്മൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ചധികം ദിവസമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മഞ്ജു വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്, ഇതുപോലൊരു കമ്മൽ ഇട്ടിട്ട് ആളിങ്ങനെ സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു പോസ്റ്റ്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു കേട്ടോ, നമ്മുടെ ഉണ്ടല്ലോ ഈ സെയിം ഐറ്റം കേട്ടോ. കണ്ടോ, ഇത് നല്ല അടിപൊളിയാണ്. ഒരു കാതിൽ ഇതുപോലെ നമ്മുടെ മോളീന്ന് വന്നിട്ടുള്ള ഒരു കമ്മലും പിന്നെ ഒരെണ്ണത്തിൽ ചെറിയൊരു ലവിൻ്റെ ചിഹ്നമായിട്ടാണ് വരുന്നത്. ഒരു പ്രത്യേക ബുഗാട്ടി എന്നൊക്കെ പറയുന്ന ഒരു ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷെ ഇതൊക്കെ ആരിടാൻ, ആര് ഇതൊക്കെ ചെയ്യാൻ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂലയിൽ നമ്മുടെ എഡിറ്റിംഗ് ഏരിയ എന്നുള്ള പേര് വന്നതേ തന്നെ ഇവിടെ എഡിറ്റിംഗ് മെഷീൻ ആയിട്ടുള്ള കമ്പ്യൂട്ടറുള്ള കാരണം കൊണ്ടാണ്. അവൻ നമ്മളെ കൊണ്ട് എടുത്ത് മാറ്റുകയാണ്. നമ്മുടെ മാക്ക് കൂട്ടനെ മാത്രമാണ് അവിടെ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവൻ. പക്ഷേ ലോഡ് കൂടുതലുള്ള കാരണം കൊണ്ടാണ് നമ്മൾ മാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് ഹാങ് വരിക നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇനി കുറച്ച് നാൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഓണാക്കി ഉപയോഗിക്കാറുണ്ടെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ നമ്മൾ അവനെ CPU അടക്കം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം മാറ്റി വെച്ച് ഈ ഒരു സൈഡിൽ നമുക്ക് നമ്മുടെ മാക്കൂട്ടനെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തത്തിൽ അങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ കുറേ സ്ലോട്ടുകൾ കിട്ടി എനിക്ക് നമ്മുടെ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമുക്കിവിടെ സെറ്റാക്കാം കേട്ടോ. മാക്കൂട്ടനെ ഇവിടെ സെറ്റാക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ 199 രൂപയ്ക്ക് ഒരു 5 പെട്ടി എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് കയ്യിരിക്കുന്നത് കേട്ടോ. അതിൽ മുഴുവൻ ലിപ് ബാമും അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കുമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനോട് ഭയങ്കര ഒബ്സഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ പുതിയ പുതിയ ഏതെങ്കിലും ഷെയ്ഡുകളൊക്കെ ആരെങ്കിലും റിവ്യൂ ചെയ്യുമ്പോൾ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ മേടിക്കും. പിന്നെ കുറച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. ഈ 99 രൂപ വരെ പാത്രങ്ങളുണ്ടല്ലോ, ആ പാത്രങ്ങളിൽ നമുക്ക് ഓരോ സെക്ഷനായിട്ട് കണ്ണിന് വേണ്ടിയിട്ടുള്ളത് മുഖത്തിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് അത് ആവശ്യം വരുമല്ലോ. നമ്മൾ എന്നും ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ. അപ്പം അങ്ങനെ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പണ്ട് ഒട്ടും ഡിയോഡ്രൻറ്റോ അല്ലെങ്കിൽ ബോഡി മിസ്റ്റോ സ്പേസോ ഒക്കെ യൂസ് ചെയ്യാത്ത ഒരാൾ യൂസ് ചെയ്യയില്ല. എനിക്ക് തലവേദന എടുക്കുമായിരുന്നു കേട്ടോ. റീസെൻ്റ്ലി എനിക്ക് ഈ നല്ല മണം എന്ന് ആരെങ്കിലും പറയുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്നൊരു കാര്യമായ കാരണം കൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഫ്രാഗ്രൻസുകൾ നമ്മൾ ആക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ രാജ്യാൻ്റി വന്നപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചന്ദനം മണക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരണേ ആൻറ്റീന്ന്. അപ്പോൾ ആൻറ്റി എനിക്ക് അവിടെ നിന്ന് ചന്ദനം മണക്കുന്ന പോലെ അല്ലെങ്കിൽ കൂടി ലൈറ്റ് സ്മെല്ല് വരുന്ന ഒരുപാട് അത്തറുകളും ഊതുകളും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുഞ്ഞു കുപ്പികൾ. അപ്പോൾ അത് നമ്മുടെ റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു മണമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഇപ്പോൾ എനിക്ക് ഫ്രാഗ്രൻസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുട്ടി കുട്ടി കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ട് കണ്ണിലത്തെ കൺമഷി ആ ഒരു കണ്ടെയ്നറിൽ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓർഗനൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് സമയം ഉണ്ടാവുമെന്ന്. കാരണം അവരൊക്കെ അറിയാം അവരുടെ പ്രൊഡക്റ്റുകൾ എവിടെ ഇരിക്കണേ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് സെറ്റാക്കാം കേട്ടോ. ഇവിടെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ ഐറ്റംസ് നമുക്കൊരു ഭാഗത്ത് വയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് പൊക്കോട്ടെ. സ്കിൻ കെയർ നന്നായിട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ശ്രീ എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു എല്ലാവർക്കും. ആക്ച്വലി ഇത് നമ്മുടെ പീരീഡ്സ് വന്ന് പോയതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ 2 പിമ്പിൾ. ഞാനതൊന്ന് കുത്തി പൊട്ടിച്ച് തൊട്ടിരുന്നത് അതിപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ ചരങ്ങ് നുള്ളി സമുദ്രാക്കി എന്നുള്ള കാര്യം, അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ ഹിമാലയയുടെ സിറം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലേ നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഫെയ്ഡായിട്ട് പോവും. കാലത്തും വൈകുന്നേരവും നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷവും നന്നായിട്ട് മുഖം ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു തുള്ളി 2 തുള്ളി എടുത്ത് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലേ നമ്മുടെ മുഖത്തെ ഈവനായിട്ടുള്ള ടോൺ നിലനിർത്താനും അതുപോലെ തന്നെ ഈ കറുത്ത പാടുകൾ അകറ്റാനും ജെന്യുവിനായിട്ട് ഞാൻ പറയാണ് നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ചുരുങ്ങിയത് ഒരു വർഷമൊക്കെ ആയിരുന്നു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഫൈബ്രോയിഡ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലത്തെ വലിയ വലിയ കുരുക്കൾ വന്നു പോകുന്നത്. പിന്നെ അവരോട് വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ക്ഷണിക്കാതെ വരുന്ന അതിഥികളല്ലേ, വന്നങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കബോർഡത്തെ കാര്യങ്ങളും നമ്മൾ മുകളിലതിങ്ങനെ വെച്ചപ്പോഴേ കുറേ ഫ്രാഗ്രൻസുകളൊക്കെ മുകളിൽ വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് വേണ്ട, ഇത് നീറ്റ് ആവണമെങ്കിൽ ഉള്ളിലിരിക്കാൻ നല്ലതെന്ന് തോന്നി. അപ്പോൾ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് താഴത്ത് വെച്ചിട്ട് ഫ്രാഗ്രൻസിനെയൊക്കെ ദേ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പേജുണ്ട് സഖി ബൈ ശ്രീ എന്ന് പറഞ്ഞിട്ട്. ആ പേജിലേക്ക് മാലയും കമ്മലും വളയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൽ വലിയ കാര്യമായിട്ട് പ്രൊഡക്റ്റുകൾ ഇടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇമിറ്റേഷൻ ജ്വല്ലറികൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് അതൊന്ന് വേണമെങ്കിൽ പച്ചപ്പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ആ നെക്ക് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയ മൊത്തത്തിൽ ഇതുപോലെ തന്നെ മുടിയും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ വാർണിഷ് നന്നായിട്ട് ഒന്ന് നമ്മുടെ ആ വെറ്റ് കോട്ടണിൽ ഇട്ടിട്ടേ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ നമ്മുടെ എല്ലാ ഫർണിച്ചേഴ്സും. അപ്പോൾ നമുക്ക് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ കണ്ണാടി ഒന്ന് തുടച്ചെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഏരിയ ദേ നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്. നെയിൽ പോളിഷിൻ്റെ ആ ഒരു സെക്ഷൻ ഒന്നും കൂടെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. കുറച്ച് നെയിൽ പോളിഷുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ കുറച്ച് നാൾ മുന്നേ ആൻറ്റി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് സാധനങ്ങൾ കളയാനും കട്ട പിടിച്ചതൊക്കെ കളയാനും ഉണ്ട്. പൊതുവേ ഞാൻ കട്ട പിടിച്ച നെയിൽ പോളിഷ് എന്താ ചെയ്യുന്നത്, ഇതുപോലെ തന്നെ വാർണിഷ് വെച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ 3-4 ദിവസമൊക്കെ വെക്കും. അപ്പോൾ അത് അങ്ങനെ ലൂസായിട്ട് സാധാരണ നെയിൽ പെയിൻറ് പോലെ വരാറാണ് പതിവ്. പക്ഷെ അത് നഖത്തിന് എത്രമാത്രം നല്ലതാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. നാളെ പോകാനുള്ള ഡ്രസ്സ് വരെ ഞാൻ എടുത്തു വെച്ചിട്ടാണ് അടിച്ചുവാരി തുട കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി മൊത്തത്തിൽ നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഈ എന്നും അടിച്ചുവാരി തുടച്ചിട്ടിട്ടുണ്ടെങ്കിലേ പോസിറ്റീവ് എനർജി വരുമെന്നാണ് ഇപ്പോൾ കൂടി ഭാഗ്യ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നും നമുക്ക് അടിച്ചു വാരാൻ പറ്റും, തുടക്കലും അത്ര പോസിബിൾ ആവണ കാര്യമല്ല കേട്ടോ. എന്നാലും ഞാൻ എന്നും നമ്മൾ പെരുമാറുന്ന ഏരിയ ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ റൂം, അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, എഡിറ്റിംഗ് റൂം, പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടും. എന്നിട്ട് എന്തെങ്കിലും ഫ്രാഗ്രൻസുള്ള ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പ്രാണിയോ കുന്തിരിക്കോ ഒക്കെ ഒന്ന് പുകയ്ക്കും. ഇപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയാലോ, ഇനി അടുക്കളയിൽ ഞാൻ എത്തിയപ്പോഴേക്കും പാത്രങ്ങളൊക്കെ ഭാഗ്യം കഴുകി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റേതായ സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന ജോലി. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ നമ്മുടെ കറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാലത്ത് നമുക്ക് ദോശയായിരുന്നു. അപ്പോൾ അതിലേക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുക, പാത്രങ്ങൾ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാലത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലീൻ നീറ്റായിട്ടുള്ള കിച്ചണും വീടും കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പണി മീൻസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് വരും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിച്ചണും അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. നാനോ വൈറ്റ് പൊട്ടിയ ശ്രീന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാനോ വൈറ്റും ഒരു ക്രാക്ക് വീണിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിൽ ചെറിയൊരു ക്രാക്കായിരുന്നു, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വലിയ ക്രാക്കായി. അപ്പോൾ നമുക്ക് ദോശമാവിനുള്ള പരിപാടിയും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വളരെ പെട്ടെന്നാണല്ലോ ഒരു ദിവസം കഴിഞ്ഞത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ സമാപിക്കുക. നാളെ നമുക്കൊരു യാത്രയുണ്ടേ. അപ്പൊ കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് പോണം, നേരത്തെ പോണം. അപ്പോൾ പോണ വഴിക്കൊന്നും ഹോട്ടലുകളൊന്നും തുറന്നിട്ടുണ്ടാവില്ലേ. മാത്രമല്ല എനിക്കറിയാലോ, എനിക്ക് നമ്മുടെ വീട്ടിലത്തെ ഫുഡ് തന്നെ വേണം. കാലത്ത് ഫുഡ് ഇത്തിരി എന്താ പറയാ കമ്പൽസറിയാ. നല്ലൊരു ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെ ഇതിലും നല്ലൊരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെ ഇന്ന് ഞാൻ വിട പറയുന്നു. നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.